തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണമല്ല എന്നാണ് നിർണായക CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. വലിയ ശ്വാസതടസ്സമുണ്ടായ ബിസ്മീർ എന്ന യുവാവിന് യഥാസമയം ചികിത്സ നൽകിയില്ല എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്നൊരു പരാതി കഴിഞ്ഞ ദിവസം വന്നിരുന്നത് തുടർന്നൊരു യുവാവ് മരിച്ചതും എന്തായാലും നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ബിസ്മിന് അസ്വസ്ഥതയുണ്ടാകുന്നതും സഹായം തേടുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. പ്രാഥമിക ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണത്തിന് തെളിവാകുന്ന ഒരു ദൃശ്യം കൂടിയാണിത്. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ശ്വാസതടസ്സത്തിന് ചികിത്സയ്ക്കെത്തിയ രോഗി മരിച്ചെന്നാണ് ആരോപണം. കേട്ടല്ലോ, എല്ലാവരും പറയുന്നത് വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. എന്നാൽ വിളപ്പിൽശാലയിൽ ഒരു സർക്കാർ ആശുപത്രിയില്ല. അവിടെയുള്ളത് പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ആ കാര്യം മാധ്യമങ്ങൾ ബോധപൂർവ്വം മറച്ചുവെച്ചു. എന്തിന്? സർക്കാർ ആശുപത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയെന്താണ്? സർക്കാർ താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയൊക്കെയാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ, സർക്കാരിന് കീഴിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെ നമ്മളൊന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരിക? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതിനു മുകളിൽ താലൂക്ക് ആശുപത്രികൾ, അതിനു മുകളിൽ ജില്ലാ ആശുപത്രികൾ, ഏറ്റവും അവസാനം മെഡിക്കൽ കോളേജുകൾ. ഈ രീതിയിലാണ് നമുക്ക് അതിനെ ക്രമീകരിക്കാൻ കഴിയുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ പഞ്ചായത്തിന് കീഴിലും ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളോ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളോ ഉണ്ടാവും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചവരെ ഒരു ഡോക്ടറുടെ സേവനം, രാവിലെ 9 മണി മുതൽ ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ ഒരു ഡോക്ടറുടെ സേവനം, വൈകിട്ട് 5 മണി വരെ മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കും. ഇതാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ. എന്നാൽ കഴിഞ്ഞ കോവിഡ് സമയത്താണ് കൂടുതൽ ചികിത്സാ സൗകര്യം വേണമെന്നുള്ള സർക്കാരിന്റെ തീരുമാനപ്രകാരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മഹാഭൂരിപക്ഷവും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുമ്പോൾ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. വൈകിട്ട് 5 മണി വരെ ഒരു ഡോക്ടറുടെ സേവനം ഉണ്ടാകും. അതായത് ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറുടെ സേവനം ഉണ്ടാകും. രാവിലെ 2 ഡോക്ടർമാരുടെ സേവനം, ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാകും. കൂടാതെ ഹെഡ് നേഴ്സ് അടക്കം 3 നേഴ്സുമാരുണ്ടാവും. മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ടാവും. 2 ഫാർമസിസ്റ്റുകൾ ഉണ്ടാവും. ലാബ് ടെക്നീഷ്യന്മാരുണ്ടാവും. വൈകിട്ട് 5 മണി വരെയാണ് ഡോക്ടറുടെ സേവനമെങ്കിൽ 6 മണി വരെ ഇത്തരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മറ്റ് സേവനങ്ങൾ ലഭ്യമാകും. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ഉത്തരവിന്റെ ഒരു കോപ്പിയാണ്. ഇതിനകത്ത് ആ സമയം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം. അപ്പോൾ ഈ വിളപ്പിൽശാല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എന്തുകൊണ്ടാണ് രാത്രിയിൽ 1 മണിക്ക് ശേഷം ചികിത്സക്ക് വന്നതും ഡോക്ടർ ചികിത്സാ സമയം വൈകി എന്നൊക്കെ വാർത്ത വരുന്നത്? അവിടെയാണ് മാധ്യമങ്ങൾ മറച്ചു വെച്ച മറ്റൊരു കാര്യം. യഥാർത്ഥത്തിൽ ചില കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലാണോ പ്രവർത്തിക്കുന്നത്, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാം. ഉദാഹരണത്തിന് വളരെ റിമോട്ടായിട്ടുള്ള, നല്ല ഗ്രാമീണ മേഖലയിലുള്ള, അതായത് മറ്റ് ചികിത്സാ സൗകര്യങ്ങൾക്ക് വേണ്ടി ഏറെ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കോ ഇത്തരത്തിലുള്ള എമർജൻസി സംവിധാനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറുടെ സേവനം രാത്രിയിൽ എമർജൻസി ആയിട്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അതത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക്, പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ തീരുമാനിക്കാം. അത്തരത്തിലുള്ള ഒരു സംവിധാനമായിരിക്കാം ഞാൻ മനസ്സിലാക്കിയോടത്തോളം വിളപ്പിൽശാല കുടുംബാരോഗ്യ കേന്ദ്രം. അതുകൊണ്ടാണ് രാത്രിയിൽ അവിടെ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമായത്. ഡോക്ടറുടെ മാത്രമല്ല, ഒരു നഴ്സ് ഉണ്ടാവും, ഒരു ആംബുലൻസ് ഡ്രൈവർ ഉണ്ടാവും. ഇത് മാധ്യമങ്ങൾ മറച്ചു വെച്ചു എന്നുള്ള എല്ലാ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഈ പറയുന്ന രാത്രിയിലുള്ള ചികിത്സ ലഭ്യമാകില്ല. അവിടെ അങ്ങനെ ഒരു ചികിത്സ ലഭ്യമാകുന്നു. അവിടെ സ്ഥിരമായിട്ട് രോഗികൾ വരില്ല. അത്യപൂർവമായിട്ട് ഈ CCTV ദൃശ്യം നോക്കിയാൽ തന്നെ അറിയാം. രണ്ടാമത് മാധ്യമങ്ങൾ പറഞ്ഞു വരുന്നതാണ്, അവിടെ ഗേറ്റ് തുറക്കാൻ വരെ അവിടുത്തെ ജീവനക്കാർ തയ്യാറായില്ല. ഗേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എന്താ വരിക? നമ്മുടെ വീടിന്റെ ഗേറ്റ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് വാളിന്റെ ചേർന്നുള്ള റോഡിൽ നിന്ന് അല്ലെങ്കിൽ വഴിയിൽ നിന്ന് വീട്ടിന്റെ മുറ്റത്തേക്ക് കയറാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, അവിടെയാണ് ഗേറ്റ് ഉണ്ടാവുക. അത് അടച്ചു വെച്ചു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് ഗേറ്റ് തുറക്കാൻ വരെ തയ്യാറായില്ല. യഥാർത്ഥത്തിൽ ഗേറ്റ് അല്ല പ്രശ്നം. ഗേറ്റ് അടച്ചു വെച്ചിട്ടില്ല. ഗേറ്റ് അവര് കടന്ന് ഒ പി ടിക്കറ്റ് എടുത്ത് രോഗിയെ കാണാനിരിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ പ്രവേശിക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയും ഈ CCTV ദൃശ്യത്തിൽ. അതോടൊപ്പം ആ സമയവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ എൻട്രി ചെയ്യുന്ന സമയം കൃത്യമായിട്ട് നോക്കിയാൽ 1 മണി കഴിഞ്ഞ് 28 മിനിറ്റും 45 സെക്കൻഡും ആകുന്ന സമയത്താണ് അവർ 2 പേര് കൂടി അവിടേക്ക് കയറി വരുന്നത്. അവർ നേരിട്ട് പോയിട്ട് ഈ ഡോക്ടറുടെ OPയുടെ മുന്നിലുള്ള കോളിംഗ് ബെൽ അമർത്തുകയോ അല്ലെങ്കിൽ മുട്ടി വിളിക്കുകയോ ചെയ്യുന്നുണ്ട്. അത് ആ CCTV ദൃശ്യത്തിൽ എന്താണെന്നുള്ളത് അറിയാൻ കഴിയില്ല. അവരത് ചെയ്യുന്നത് ഏകദേശം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റും 50 സെക്കൻഡും ഉള്ളപ്പോഴാണെന്നുള്ളതും ആ CCTV ദൃശ്യത്തിൽ കാണാൻ കഴിയും. ശേഷം അവര് രോഗിയെയും കൊണ്ട് ഈ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ആ സമയം നോക്കിയാൽ 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. എന്ന് വെച്ചാൽ അവരവിടെ വന്ന് കോളിംഗ് ബെൽ അടിച്ചതിന് ശേഷം അവരാകെ കാത്തിരുന്നത് 1 മിനിറ്റും 45 സെക്കൻഡുമാണ്.
ആ 1 മിനിറ്റ് 45 സെക്കൻഡിലുമുള്ള ആ രോഗിയുടെ അവസ്ഥയാണ് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചത്. അതിനപ്പുറമുള്ളതോ അവർ കാണിക്കുകയും ചെയ്തില്ല. നോക്കണം, ആ രോഗി ശ്വാസം കിട്ടാതെ പിടയുന്ന ആ 1 മിനിറ്റ് 45 സെക്കൻഡും അതെങ്ങനെ സമയമെടുത്തു പെട്ടെന്ന് രോഗിയെ ചികിത്സിക്കേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ഥിരം രോഗികൾ വരുന്ന, രാത്രി രോഗി വരുന്ന സ്ഥലമല്ല. ഡോക്ടർ അദ്ദേഹത്തിന്റെ ക്യാബിനിലായിരിക്കും വിശ്രമിക്കുന്നത്. സ്വാഭാവികമായും 1 മണിക്കൂറും 1 മണി 1:30 മണി സമയത്ത് ഉറങ്ങാം. അവർ ഇരുന്നിട്ടാണെങ്കിലും ഉറങ്ങാം. നേഴ്സ് ആണെങ്കിലും ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. കാളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ വാതിൽ മുട്ടുന്നത് കേട്ട് നേഴ്സ് ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഈ അവസ്ഥ കണ്ട് നേരിട്ട് നേഴ്സ് ഡോക്ടറെ വിളിക്കാൻ പോകുന്നു. ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് OP-യിലേക്ക് വരാനുള്ള സമയമാണ് ഈ പറയുന്ന 2 മിനിറ്റിൽ താഴെയുള്ള, അഥവാ കൃത്യമായിട്ട് പറഞ്ഞാൽ 1 മിനിറ്റ് 45 സെക്കൻഡും. അതൊരു വലിയ സമയമാണ് എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിക്കപ്പെടണം. അതൊരു കുഴപ്പം പിടിച്ച സംഗതിയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. രണ്ടാമത്തെ പ്രശ്നം ചികിത്സ കിട്ടിയോ എന്നുള്ളതാണ്. ഇത്തരം രോഗികൾക്ക്, ശ്വാസം കിട്ടാത്ത രോഗികൾക്ക് എന്ത് ചികിത്സ കൊടുക്കുക? ആദ്യം 2 തരത്തിലുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കും, അത് അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നെബുലൈസ് ചെയ്യും, അതും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഓക്സിജൻ സിലിണ്ടറോട് കൂടി മറ്റേതെങ്കിലും വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഈ റഫർ ചെയ്യാൻ സാധ്യതയുള്ളത്. ഒന്നുകിൽ താലൂക്ക് ആശുപത്രിയിലേക്കോ ജില്ലാ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലേക്കോ ആണ്. ഈ രോഗിയുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളത് കൊണ്ടാണ് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നത്. ആ സമയവും, അതായത് ഈ ഓക്സിജൻ സിലിണ്ടറോട് കൂടി ഈ രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 മണി കഴിഞ്ഞ് 37 മിനിറ്റിലാണ്. എന്ന് വെച്ചാൽ ആ രോഗി അവിടേക്ക് കയറി വന്ന് ഏകദേശം 9 മിനിറ്റ് സമയം കൊണ്ട് തന്നെ പ്രാഥമിക ചികിത്സ നൽകിയിട്ട് അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ തെളിവുകൾ, ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. ഇനി ഇത് മാധ്യമങ്ങൾ കാണിച്ചില്ല. ഇനി ഈ ചികിത്സ, ഈ പറയുന്ന ചികിത്സക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എന്താ തെളിവ്? പഴയ പോലെയല്ല. മുമ്പ് OP ടിക്കറ്റ് എടുത്ത് ആ OP ടിക്കറ്റിനകത്താണ് രേഖപ്പെടുത്തിയിരുന്നത് ഏതൊക്കെ മെഡിസിൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. എല്ലാവർക്കും ഓരോ മെഡിക്കൽ ഹെൽത്ത് കാർഡ് ഉണ്ടാവും. നമ്മളൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഹെൽത്ത് കാർഡ് എടുത്ത് അവിടെ കൊണ്ടേ കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ പറയുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് OP ടിക്കറ്റ് അടിച്ചു തരാം. ആ OP ടിക്കറ്റ് പ്രകാരം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഈ പറയുന്ന OP ടിക്കറ്റിനകത്ത് മരുന്നുകൾ കുറിച്ച് തരുന്നില്ല. പകരം നമ്മുടെ ആ നമ്പറിലേക്ക് മരുന്ന് ഫോർവേഡ് ചെയ്യുക, മരുന്നിന്റെ ഡിസ്ക്രിപ്ഷൻ ഫോർവേഡ് ചെയ്യുക. അത് നേരിട്ട് ഫാർമസിസ്റ്റിന്റെ കയ്യിലെത്തും. നമ്മൾ ഈ OP ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ വെച്ച് അവർക്ക് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന രോഗിയുടെ മരുന്നുകളാണെന്ന് അവർ മനസ്സിലാക്കി ആ മരുന്നുകൾ എടുത്ത് നമുക്ക് തരികയും ഡോക്ടറുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫാർമസിസ്റ്റ് ആവർത്തിക്കുകയും ചെയ്യും. ഡോക്ടർ പറഞ്ഞത് കൂടാതെ ഫാർമസിസ്റ്റ് ആവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് ഭേദമില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലോ പോയിട്ട് ഇന്ന വിഭാഗത്തിൽ കാണിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കം തരും. അപ്പോൾ ഇതൊക്കെ രേഖപ്പെടുത്തിയതാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വിളപ്പിൽശാല ഈ പറയുന്ന പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയി ഇത് അന്വേഷിക്കേണ്ടതായിരുന്നു. ചെയ്തോ? ഇല്ല. മാധ്യമങ്ങളുടെ ഉദ്ദേശം എന്താ? തെറ്റിദ്ധരിപ്പിക്കുക. ഇനി ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു കാര്യം മാധ്യമങ്ങൾ മറച്ചുവെച്ചു, രോഗിയുടെ ബന്ധുക്കൾ മറച്ചുവെച്ചു. ഇതേ രോഗി അതിനു മുൻപ് 16-ാം തീയതി ഇതേ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ഇതേ അസുഖത്തിന് ചികിത്സിച്ചതും ആ ചികിത്സിക്കുന്ന സമയത്ത് തൽക്കാലത്തേക്കുള്ള മരുന്ന് കൊടുത്ത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണം, ഇന്ന വിഭാഗത്തിൽ കാണിക്കണമെന്ന് നിർദ്ദേശിച്ചതാണ് ആ രോഗിയുടെ കുടുംബക്കാരും അത് അവഗണിച്ചതിന്റെ ദാരുണ ഫലമാണ് അപ്പോഴുണ്ടായത്. ഈ കാര്യങ്ങളും നമ്മുടെ മാധ്യമങ്ങൾ മറച്ചുവെച്ചു. ഈ കാര്യങ്ങൾ ഞാൻ നുണ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിളപ്പിൽശാലയിൽ പോയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഞാനും തയ്യാറാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നു ഈ കാര്യങ്ങൾ. എന്തിന്? കേരളം ആരോഗ്യരംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ. വസ്തുത എന്താണ്? കേരളത്തിൽ ജനിക്കുന്ന ഏതൊരാളും ഇന്ത്യയിലെ ജനിക്കുന്ന മറ്റൊരു ശരാശരി ഇന്ത്യക്കാരനേക്കാൾ 8-9 വയസ്സ് കൂടുതൽ ജീവിക്കുന്നു. ചില സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുമായിട്ട് തുലനം ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ആൾ 11-12 വയസ്സ് കൂടുതൽ ജീവിക്കുന്നു ആ സംസ്ഥാനങ്ങളെക്കാൾ. ശരാശരി നോക്കിയാൽ പോലും 8-9 വയസ്സ് കൂടുതൽ ജീവിക്കുന്നു. എന്തുകൊണ്ട്? കേരളത്തിലെ ആളുകളുടെ ആരോഗ്യരംഗം, അവർ ജനിക്കുന്നതിന് മുൻപേ സാമൂഹിക സുരക്ഷാ വിഭാഗത്തിന്റെ ശ്രദ്ധ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നതും പ്രസവിച്ചു കഴിഞ്ഞാൽ മരണം വരെ നമ്മൾ ഈ പറയുന്ന ആരോഗ്യ സംവിധാനത്തിൽ കീഴിലാണ് കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആരോഗ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ചതായതുകൊണ്ടാണ് നമ്മൾ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ മുന്നേറിയത്. ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ശിശുമരണ നിരക്ക് ഒരു രാജ്യത്തിന്റെ ഈ പറയുന്ന ആരോഗ്യ സംവിധാനങ്ങളുടെ സൂചികയായിട്ട് എപ്പോഴും കണക്കാക്കാറുള്ളതിൽ ഒന്നാണ് ശിശുമരണ നിരക്ക്. ശിശുമരണ നിരക്ക് എന്ന് വെച്ചാൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നത് എന്നുള്ളതാണ്
ശിശുമരണ നിരക്ക്, പ്രസവത്തിൽ മരിക്കുന്ന കേസുകൾ മാത്രമല്ല, 1000 കുഞ്ഞുങ്ങൾ ജനിച്ചതിൽ ഈ കേരളത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ 5 കുഞ്ഞുങ്ങളെ 1 വയസ്സ് തികയുന്നതിന് മുൻപ് മരിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ അത് 25 ആണെങ്കിൽ അമേരിക്കയെ മറികടന്ന് അമേരിക്കയിൽ ഏകദേശം 6 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ കേരളത്തിൽ അത് 5 ആണ്. ഏറ്റവും പുരോഗതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ പെടുന്ന നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ അമേരിക്ക. എന്നാൽ അമേരിക്കയെ മറികടന്നു. ഇത് മാത്രമല്ല, മനുഷ്യന്റെ ആയുസിന്റെ കാര്യത്തിലും ഇതിൽ മാത്രമല്ല, ശിശുമരണ നിരക്കിൽ മാത്രമല്ല, മാതൃമരണ നിരക്കിലും കേരളമാണ് മുന്നിൽ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ മികവുറ്റതാണ്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ നിരന്തരമായിട്ട് നീതി ആയോഗിന്റെ ഒക്കെ ഈ പറയുന്ന സംവിധാനങ്ങളിൽ മികച്ചു നിൽക്കുന്നത്. ഇതൊക്കെ ഇകഴ്ത്തി കാണിക്കാനാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പെരും നുണകൾ ആവർത്തിച്ച് പടർച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഒരു മരണത്തെ എങ്ങനെ സർക്കാരിനെതിരെ ആയുധമാക്കാം എന്നുള്ളതാണ് മുഖ്യധാര നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുന്ന വലതുപക്ഷങ്ങളും അതേപോലെ തന്നെ സംഘി സുഡാപ്പി വിഭാഗക്കാരും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട്, സത്യം പുറത്തിറങ്ങാൻ വേണ്ടി ചെരുപ്പിടുന്നതിന് മുമ്പ് നാട് ചുറ്റി നുണ തിരിച്ചെത്തി കാണും. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് സത്യം പ്രചരിപ്പിക്കാനായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.